ഈ ദൈവജനത്തിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നത് പ്രധാനമായും അവർ ദൈവം അരുളി ചെയ്ത കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പരമമായ പ്രധാനപ്പെട്ട 2 കൽപ്പനകൾ ലംഘിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് ഈ ജനം 2 കൽപ്പനകൾ ലംഘിച്ചാൽ അവർ വെളിയിൽ നിന്ന് ആരും ആക്രമിക്കാതെ തന്നെ നശിച്ചു പൊക്കോളും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉപായം ഇതാണ്: 1-ാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക, 6-ാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക. ഈ 2 പാപം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ആരും വെളിയിൽ നിന്ന് വന്ന് ആക്രമിക്കാതെ തന്നെ ദൈവജന സമൂഹം അകത്തുനിന്ന് നശിച്ചോളും. പ്രിയപ്പെട്ടവരെ, അന്നും ഇത് സത്യമാണ്, ഇന്നും ഇത് സത്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു. കേരള സഭ ഇത്രയും നാശം ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം കടുത്ത 1-ാം പ്രമാണ ലംഘനമാണ്. കടുത്ത 1-ാം പ്രമാണ ലംഘനം. എല്ലാ മതങ്ങളും ഒന്നല്ല. എല്ലാ മതങ്ങളും ഒന്നല്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പാവപ്പെട്ട ഒറീസയിലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ തോമാസ് ലീഗ കുന്ത ഉറിഞ്ഞു കൊല്ലപ്പെടേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പൗലോസ് ലീഗ നീറോ ചക്രവർത്തിയുടെ വാൾമുനത്തുമ്പിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ ദേവസഹായം പിള്ള അങ്ങനെ വേട്ടയാടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാം ഒന്നായിരുന്നെങ്കിൽ രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം ഒന്നല്ല പ്രിയപ്പെട്ടവരെ. എല്ലാം ഒന്നാണെങ്കിൽ ഈ ലോഹ ഇടുന്നതിന് യാതൊരു അർത്ഥമില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ആരെന്ത് വിചാരിച്ചാലും വിഷയമില്ല പ്രിയപ്പെട്ടവരെ. എല്ലാം ഒന്നല്ല, എല്ലാം ഒന്നല്ല. അതുകൊണ്ട് ഒരുപാടങ്ങ് സൗഹൃദം, ആ സൗഹൃദത്തിന്റെ പേരിൽ ഏതറ്റം വരെയും പോവാൻ മടിയില്ലാത്ത വിധത്തിൽ സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ച അപജയമാണ് നമുക്ക് അടി കിട്ടുന്നതിന്റെ 1-ാമത്തെ കാരണം. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവാം, ചിലപ്പോ ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്ന ആളുകൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവാം. എനിക്ക് അതൊന്നും വിഷയമല്ല. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അതായത് ഇതാണ് നമ്മളെ ഇന്ന്, അതായത് ഈ ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റുന്നതെന്ന് 1-ാം പ്രമാണത്തിൽ വെള്ളം ചേർത്തു. ദൈവത്തെ കോംപ്രമൈസ് ചെയ്ത ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം കാവല് നിൽക്കുമെന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ കോംപ്രമൈസ് ചെയ്തൊരു ജനതയ്ക്ക് വേണ്ടി ദൈവം വെറുതെ മെനക്കെടുത്തുന്നില്ല. ദൈവകാര്യത്തെ വെള്ളം ചേർത്തൊരു ജനതയ്ക്ക് വേണ്ടി എന്ത് കാണിക്കാമെന്നൊരു ലെവല്, ഏതറ്റം വരെയും പോവാം, ഏത് കോമാളിത്തരവും കാണിക്കാം, പരിശുദ്ധ കുർബാനെ ഏതറ്റം വരെ അവഹേളിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് കർത്താവ് നമുക്ക് തന്ന ചില പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും വെള്ളം ചേർക്കരുത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ അവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ മതി. അല്ലാതെ പരിശുദ്ധ കുർബാനയിൽ മായം ചേർക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവിക സംവിധാനങ്ങളിൽ മായം ചേർക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനകത്തൊന്നും ഒരു അണുവിട വിട്ടുവീഴ്ച ചെയ്യരുത്. യേശുക്രിസ്തു ഏകരക്ഷകൻ, അതിനകത്ത് സംശയമില്ല. ആ വിഷയത്തിലൊന്നും വെള്ളം ചേർക്കരുത്. ഇനി കുറെ പേർക്ക് സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നുകിൽ മാന്യമായി ഈ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതിനുവേണ്ടി മരിക്കുക, അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുക. ഇതിന് രണ്ടിനും ഇടയിൽ ആണും പെണ്ണും കെട്ടൊരിടപാടുണ്ടല്ലോ, അത് നിന്നെ നാശത്തിലെത്തിക്കും. മനസ്സിലായോ? ആണും പെണ്ണും കെട്ട ഒരു ഏർപ്പാടുണ്ടല്ലോ, അതായത് അവിടെയല്ല ഇവിടെയല്ല. ഒരു സഹോദരി ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിൽ ചേർന്നു. അപ്പൊ ആ സഹോദരിയോട് ചോദിച്ചു, എന്തേ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയതെന്താ? അപ്പൊ ആ സഹോദരി പറഞ്ഞു, ഒറ്റ കാര്യം പറയാനുള്ളെന്ന് പറഞ്ഞു. അതായത് ഞാനിപ്പൊ ചേർന്നിരിക്കുന്ന മതത്തില് വിശ്വാസ സംബന്ധമായ കാര്യം അവര് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ, അത്രേ ഉള്ളൂ. ഞാൻ എവിടുന്നാണോ വന്നത് ആ ക്രിസ്തീയ മതത്തിൽ അങ്ങനെയാവാം ഇങ്ങനെയാവാം. അവിടെ എല്ലാം ഒരു വളുവള പരുവത്തിലാണ്, വഴുവഴുക്കം പരുവം. അങ്ങനെയാവാം ഇങ്ങനെയാവാം. മറ്റേടത്തുണ്ടല്ലോ, ഇങ്ങനെ പറ്റൂ, നിനക്ക് സൗകര്യം ഉണ്ടേ വന്നാൽ മതി, ഇങ്ങനെ പറ്റൂ.
ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, ഇത്തരം കാര്യങ്ങളിൽ വെള്ളം ചേർക്കരുത്. ഇനിയിപ്പോ നമ്മൾ എന്നാ പറയാൻ പോണേ? അപ്പോ വിവിധ മതങ്ങള് ഇടതങ്ങി പാർക്കുന്ന ഒരു മഹാരാജ്യത്തിൽ നമ്മളങ്ങനെ ഇത്തിരി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കടുംപിടുത്തം വെച്ചുകൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് എവിടെ ക്രിസ്തീയ സഭ തങ്ങളെ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ അവിടെ ക്രിസ്തീയ സഭ വളർന്നിട്ടില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ 2.7%. ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ 2.3%. വളർന്നിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. കുറഞ്ഞതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, എല്ലായിടത്തും വെള്ളം ചേർക്കാവുന്നതിന്റെ അങ്ങേയറ്റം വെള്ളം ചേർത്ത് അതും ഇതും എല്ലാം ഒരുപോലാക്കുന്ന ഒരവസ്ഥയായി. അപ്പോൾ ക്രിസ്തീയ മാർഗത്തിന് പ്രത്യേകിച്ച് ഒരു അനന്യതയുണ്ടെന്ന് ഒരു അക്രൈസ്തവന് തോന്നാതായി. കാരണം അവിടുത്തെ പോലെ തന്നെ ഇവിടും, അവിടുത്തെ എഴുന്നള്ളത്ത് പോലെ ഇവിടെ എഴുന്നള്ളത്ത്, അവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പോലെ ഇവിടെയും പൊക്കിക്കൊണ്ട് നടക്കുന്നു, അവിടുത്തെ ആചാരം പോലെ തന്നെ ഇവിടെ ആചാരം, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടെന്നാ പിന്നെ അവിടെ പോന്നേലേ നല്ലത്. ഈ കുമ്പസാര ഏർപ്പാടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, മര്യാദയ്ക്ക് അവിടെ എടാ അതും ഇതുമെല്ലാം ഒരുപോലാണെ പിന്നെ അവിടെ വയ്ക്കുന്നില്ലേ നല്ലത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കൂടുതൽ പറയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ഇസ്രായേൽ ജനം നശിച്ചതിന്റെ ഒന്നാം കാരണം എന്തെന്നറിയാമോ? അവര് ഒരു സ്ഥലത്ത്, പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത്, 25-ാം അധ്യായത്തിലാണത്, സംഖ്യയുടെ പുസ്തകം 25-ലാണത്. പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് മോവാബ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവർ ബാൽദേവന് ഒരാരാധന സംഘടിപ്പിച്ചു. ബാൽദേവന് ആരാധന സംഘടിപ്പിച്ചപ്പോൾ ദൈവമക്കളെ അതിന് അവര് ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു. മോവാബ് സമതലത്തിലെത്തിയ ഇസ്രായേൽക്കാരോട് ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദേവന്റെ ഉത്സവം നടക്കുകയാണ്, നിങ്ങൾ വരണം. ഞങ്ങളുടെ ദേവന്റെ ഉത്സവം നടക്കുകയാണ്, നിങ്ങൾ വരണം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, നമ്മൾ പോണോ? അപ്പൊ അതിനകത്തെ സമുദായ സ്നേഹികളും മതസൗഹാർദ്ദക്കാരും എല്ലാം കൂടെ പറഞ്ഞു, അങ്ങോട്ട് പോകുന്നതിനിപ്പോ എന്നാ തെറ്റ്? എടാ വണങ്ങാതിരുന്നാ പോരെ? ഇവിടെ വരെ പോയെന്ന് പറഞ്ഞെന്നാ തെറ്റ്? എടാ അവിടെ നിന്ന് കയറി എന്ന് പറഞ്ഞെന്നാ തെറ്റ്? അങ്ങനെയൊന്നും കടമെടുത്തൊന്നും പാടില്ല. ഇതൊക്കെ ഒരു മൾട്ടി നാഷണൽ അല്ല മൾട്ടി റിലീജിയസ് കോണ്ടെക്സ്റ്റ് ആണ്. ചുമ്മാ അതിനല്ലാതെ ചുമ്മാ കുറെ വിവരമില്ലാത്ത കരിസ്മാറ്റിക്കാരൻ അതും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം. ഇതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. പ്രായോഗികമായിട്ട് ചിന്തിച്ച് ഇപ്പോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടായി. പ്രായോഗികമായിട്ട് ചിന്തിച്ചതാ ഒത്തിരി പേര്. പ്രിയപ്പെട്ട എന്റെ സഹോദര സഹോദരി, മോവാബുകാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദേവന്റെ ഉത്സവമാണ്, വരണം കേട്ടോ, വരണേ. അപ്പൊ മതസൗഹാർദ്ദക്കാരെല്ലാം കൂടെ പറഞ്ഞു, പോണം കേട്ടോ, പോണം. കാരണം അത് അവര് ഒന്ന് വിളിച്ചതല്ലേ, പോണം. അവര് ഒന്ന് വിളിച്ചാണല്ലോ, അതിപ്പോ പോന്നോണ്ട് ഇപ്പൊ എന്നാ തെറ്റ്? ഇത്തിരി വെള്ളം കൊടുത്തെന്ന് പറഞ്ഞ എന്നാ ഇപ്പൊ എത്ര തെറ്റ്? കുഴപ്പമില്ലെന്ന്, അതൊന്ന് ഇപ്പൊ എന്നാ വീട്ടു വരാം. അല്ലെങ്കിൽ കർത്താവ് എന്താ? കർത്താവ് കരുണയല്ലേ, ഈശോ മിശിഹാ സ്നേഹമല്ലേ, ആരെയും വെറുക്കാൻ കർത്താവ് പറഞ്ഞോ? ഇല്ല. പറയുമ്പോ എല്ലാം ന്യായമല്ലേ, കേൾക്കുമ്പോ എല്ലാം ന്യായമല്ലേ. കർത്താവ് ആരെയും വെറുക്കാൻ പറഞ്ഞു? എല്ലാവരും സ്നേഹിക്കാനല്ലേ പറഞ്ഞു? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. അപ്പൊ അവനെ ഇനി അവൻ ഉത്സവത്തിന് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അതൊരു പിണക്കാവത്തില്ലേ? പറയുമ്പോ എല്ലാം ന്യായമല്ലേ, ന്യായം. എന്നാ പിന്നെ പാന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പോന്നേക്കെ കൊള്ളാം, മര്യാദക്കൊക്കെ പെരുമാറിക്കോണം, പൊക്കോണം. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, അതേ കുറച്ച് ഭക്ഷണം വിളമ്പുന്നുണ്ട്, അതുകൂടെ കഴിക്കണം, ഇവിടെ വരെ വന്നതല്ലേ. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു, അയ്യോ അത്. അപ്പൊ ആളുകൾ പറഞ്ഞു, എടാ അതിപ്പോ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞപ്പോ എന്നാ തെറ്റ്? അതായത് ഇപ്പൊ എന്തായാലും ഇവിടം വരെ വന്നില്ല, ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കഴിക്കാതെ പോകുമ്പോ അവന് പ്രയാസാവത്തില്ലേ? കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞത് എല്ലാരെയും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇപ്പൊ ഇതിപ്പോ കഴിക്കുന്ന സമയത്ത് കഴിക്കാതിരുന്ന അവനൊരു പ്രയാസമാവുമല്ലോ. അതുകൊണ്ട് വെറുതെ എന്തിനാ ചുമ്മാ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നാളെ ഇത് കഴിച്ചാൽ ചിലപ്പോൾ നാളെ അവൻ മാമോദീസ മുങ്ങും. അങ്ങനെ മുങ്ങിയ ഒത്തിരി പേര്, കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ തിന്നിട്ട് മാമോദീസ മുങ്ങിയവരെ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ത്യയിൽ. നമ്മൾ തിന്നതിന്റെ പേര് മുങ്ങിയവരെ. അപ്പൊ അങ്ങനെ ഇത് തിന്നാല് നീ അത് അതിനകത്തൊക്കെയാണോ വലിയ കാര്യം? കരിസ്മാറ്റിക്കാരങ്ങനെ പലതും പറയാം. അമ്മമാർക്ക് തലയ്ക്കകത്ത് ഓളമുണ്ടോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ തിന്നാൻ പറഞ്ഞു. ഇത് തിന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ടൊരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ട്, ഞങ്ങളുടെ മോവാബി സുന്ദരികളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡാൻസ് ഹോളിലേക്ക് പോകുന്നത് ഈ അവിടുന്ന് അവർ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൂടെ വേണം പോവാൻ. ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൂടെ ഡാൻസ് കാണാൻ പോകണമെങ്കിൽ അതിപ്പോ നിങ്ങൾ ഉള്ളിൽ ആരാധിക്കൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് വണങ്ങിയേര്. അപ്പൊ അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അവിടെ കയറുമ്പോ അങ്ങനെ എല്ലാവരും ഒന്ന്
വണങ്ങണമെന്നുണ്ട്. അതിപ്പോ എടാ അതൊന്ന് വണങ്ങിയില്ല. ഇപ്പൊ അതിപ്പോ വണങ്ങുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ യേശുവിനെ അല്ലേ ആരാധിക്കുന്നത്. അവിടുന്ന് വണങ്ങുമ്പോഴും നമ്മൾ യേശുവേ എന്നാ വിളിക്കുന്നത് അല്ലേ, അങ്ങനല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് ആരെയില്ലടാ ഒന്ന് വണങ്ങ്, കുഴപ്പമില്ല. ഇനിയിപ്പോ എന്നാ അപ്പൊ അങ്ങോട്ട് ഡാൻസ് കാണാൻ പോകണമെങ്കിൽ അല്ലെ ഡാൻസുകാരികൾക്ക് എന്നാ തോന്നും, അവരത്ര ഒരുങ്ങിയും കെട്ടിയൊക്കെ നിന്നതല്ലേ. നമ്മൾ ഇവിടെ വരെ വന്നിട്ട് അതൊന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ അവർക്ക് പറയാം, അല്ലേ തന്നെ കർത്താവ് എന്താ പറഞ്ഞേ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇതിലേ അതിന് വഴി ഇതേ ഉള്ളൂ. എന്നാ പിന്നെ പോകുന്ന വഴിക്ക് വണങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എല്ലാവരും വണങ്ങുമ്പോൾ യേശുവേ എന്ന് തന്നെ വിളിക്കണം, വേറെ ഒന്നും വിളിക്കരുത്. യേശുവേ വണങ്ങി അപ്പുറത്ത് ചെന്നപ്പോൾ മോവാബി സ്ത്രീകള് അവര് നല്ല അത്യാവശ്യം ശരീരം പ്രദർശിപ്പിക്കുന്ന വേഷമൊക്കെ ഇട്ട് ഒരു ഡാൻസ്. ഇപ്പൊ ഡാൻസ് കഴിഞ്ഞപ്പോ അതായത് ഈ തുടങ്ങിയത് ഇവിടുന്ന, പക്ഷെ പോയി അറിഞ്ഞില്ല. ഇതിങ്ങനെ തിന്നും കൈപിടിച്ചും സ്വീകരണം ഇട്ടും മാലയിട്ടും വെള്ളം കൊടുത്തുമൊക്കെ അറിയാതെ ഇങ്ങിപ്പുറത്ത് അറിഞ്ഞിട്ടില്ല ഇങ്ങി വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ, ഇത് ഈ വഴുക്കുന്ന വരമ്പ, അവിടെ പെട്ടെന്ന് കാല് തെന്നും. ഇവിടെ ആണെങ്കിൽ അങ്ങനെ തെന്നില്ല, നല്ല കട്ടിയുള്ള മണ്ണായത്. യേശു ഏകരക്ഷകൻ, ഇത് കട്ടിയുള്ള മണ്ണ, ഇവിടെ തെന്നത്തില്ല, ഇവിടെ നീ തെന്നി വീഴത്തില്ല, നേരെ നിൽക്കുന്നീ. എന്നാലും ഇങ്ങോട്ട് പോകുന്തോറും ഉണ്ടല്ലോ ഈ സൗഹാർദ്ദം കൂടി ഇങ്ങോട്ട് വരുംതോറും ഇത് വഴുക്കുന്ന മണ്ണാണ്, നീ തെന്നി അടിച്ച് വീഴ എളുപ്പമാ. അപ്പോഴേ ഈ അരയില് വളരെ മിനിമം തുണിയൊക്കെ ഇട്ട് ചേച്ചിമാര് നിന്നപ്പോ ചേട്ടന്മാർക്ക് ചെറിയ ചെറിയ കൗതുകമൊക്കെ ഉണ്ടായിട്ട് അവര് പറഞ്ഞു, ചേച്ചിയുടെ പേരെന്നാ, ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ? ഇല്ല, ഒന്നിനുമല്ല, സുവിശേഷം അറിയിക്കാനാ, ഇടയ്ക്കിടയ്ക്ക് 2 വചനം വിടാനാ. ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശുശ്രൂഷകരാണ്, അതുകൊണ്ട് 2-3 വചനം അയക്കാനാ, മറ്റൊന്നിനുമല്ല. ഞങ്ങള് ശുശ്രൂഷകരാ, വേറെ ഒന്നുമില്ല. ചേച്ചി നമ്പർ കൊടുത്തു. ചേച്ചി നമ്പർ കൊടുക്കാൻ നിൽക്കുകയാണ്. ചേച്ചി നമ്പർ എഴുതി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്, ആര് ചോദിച്ചാലും കൊടുക്കാൻ. അപ്പൊ അങ്ങനെ നമ്പറും വാങ്ങിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്പറും വാങ്ങിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വന്നിട്ട് രാത്രിയിൽ വചനം അയച്ചു തുടങ്ങിയതാ. ആദ്യമൊക്കെ നല്ല നല്ല മെസ്സേജാണ് വിട്ടുകൊണ്ടിരുന്നേ. അങ്ങനെ തുടങ്ങിയതാ. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ കിടക്കുന്നത് അങ്ങ് വാതാളക്കുഴിയിലാണ്, അങ്ങേ അറ്റത്താ കിടക്കുന്നത്. കൂടെ ചേച്ചിമാരും ഉണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 1-ാം പ്രമാണവും തെറ്റി, 6-ാം പ്രമാണവും തെറ്റി. 24,000 പേര് ദൈവം അയച്ച മഹാമാരിയിൽ ഒറ്റയടിക്ക് മരണമടഞ്ഞു. മാറി നിന്ന് മോവാബ് രാജാവ് കൈകൊട്ടിച്ചിരിച്ചു. കേരള സഭയെ നിന്നെ നോക്കി ഈ നാട്ടിലെ മോവാബിര് കൈകൊട്ടിച്ചിരിക്കുന്നുണ്ടെന്ന്. കാരണം എന്തെന്നറിയാമോ? തെറ്റിച്ചു. 1-ാം പ്രമാണവും തെറ്റിച്ചു, 6-ാം പ്രമാണവും തെറ്റിച്ചു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ബാലാം നല്ലൊരു ഉപദേശം കൊടുത്തു. ബാലാം പറഞ്ഞ് ശപിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തരും മൈക്ക് വെച്ച് വിളിച്ച് പറയുന്ന പോലെ സെയിന്റ് ജോർജ് എന്ന് പേരുള്ള എല്ലാം അടിച്ച് തകർത്തിട്ടെങ്കിൽ വാടാ, ബാക്കി ഞാൻ കേസ് നടത്തിക്കൊള്ളാം എന്ന് പറയുന്ന പോലെ അതിന്റെ ആവശ്യമില്ല. അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് അതിന്റെ ആവശ്യമില്ലെന്ന്. അല്ലാതെ തന്നെ ഇത് മുടിഞ്ഞോളും. വെറുതെ എന്തിനാ അവര് കേസിന് പോന്നേ? അല്ലാതെ തന്നെ ഇത് മുടിഞ്ഞോളൂ എന്ന്. കാരണം ഇതിനകത്ത് ഇത് മുടിയാനുള്ള സകല സാധനവും ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വെളിയിൽ നിന്നും ആരും വന്ന IS-കാരൊന്നും ഇവിടെ വരണ്ടെന്ന്, അല്ലാതെ തന്നെ മുടിഞ്ഞോളൂ ഇത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷക, 10 പേര് വിശ്വസ്തയോടെ നിന്നാൽ ഈ മഹാപ്രളയത്തെ നിനക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. 10 പേര്. കർത്താവ് കൂടുതലൊന്നും പറയുന്നില്ല. കർത്താവ് പറയുകയാണ്, അബ്രഹാം പറഞ്ഞു, ദൈവമേ 50 നീതി, കർത്താവ് 50 വേണ്ട, ഒറ്റ ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്താം. പാവപ്പെട്ട ശുശ്രൂഷക, നീ കൊടുത്ത വിലയും വിശ്വസ്തതയുമാണ് ഇന്ന് ഈ സഭയെ താങ്ങി നിർത്തുന്നത്.